പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എല്ലാ ശുശ്രൂഷകളെ നമുക്ക് പരിശുദ്ധയുടെ നമ്മുടെ ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനത്തോടു കൂടി നമ്മുടെ ശുശ്രൂഷ നമുക്കിവിടെ ആരംഭിക്കാം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ കർത്താവിൽ പ്രിയരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നിറവാൻ വേണ്ടി ഈ നിമിഷം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ അനേകർ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി എന്നിലേക്ക് അയക്കണമെന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന പ്രകാരമാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അടിയുന്നെങ്കിലോ അത് വളരെയധികം ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, വളരെയധികം ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും മറ്റു കൂദാശകളിലൂടെയും നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ പലപ്പോഴും ഉജ്ജ്വലിപ്പിക്കുവാൻ തയ്യാറായിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചില്ലെങ്കിൽ നമ്മിലുള്ള കൃപകൾ നഷ്ടപ്പെടും. നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണാം, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ആ ഇലക്ട്രിസിറ്റിയുടെ അളവ് കുറയുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് കുറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ കൂടുതൽ പവറുള്ള ഇലക്ട്രിസിറ്റി ആണെങ്കിലോ അതിൻ്റെ വോൾട്ടേജ് അതുപോലെ തന്നെ നിലനിൽക്കും. നാം ഇപ്പോൾ ഏതവസ്ഥയിൽ കഴിയുന്നവരാണ്? നമ്മളുള്ള പരിശുദ്ധാത്മാവാകുന്ന ആ ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജ് നമുക്ക് ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കണം. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് കടന്നു വരണമേ, എന്നെ സത്യപ്പെടുത്തണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊരു ഗാനം പാടി പ്രാർത്ഥിക്കാം.
അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ചേർന്ന് പാടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. ആരെല്ലാം പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്ക് പരിശുദ്ധാത്മാവ് ശക്തി കടന്നു വരുന്നു. ഈ പരിശുദ്ധാത്മാവ് സത്യം നമ്മളില്ലെങ്കിൽ നമ്മൾ മരിച്ചവരെ പോലെ ആയിത്തീരുന്നു. മാമോദിസ വഴിയിലൂടെ സ്ഥൈര്യ ലേപനത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കാം. ഓ പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ഞാൻ പ്രാർത്ഥിക്കട്ടെ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ചേർന്ന് പാടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമെന്ന് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കട്ടെ. ഭവനങ്ങളായിരിക്കുന്നവരെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുക. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാമോ ഇറച്ച പോലെ
അഗ്നി മഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാമോ ഇറച്ച പോലെ അഗ്നി മഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരമുയർത്താൻ സ്തുതിക്കട്ടെ. എല്ലാ കഷ്ടപ്പാടിൽ നിന്നും, എല്ലാ വേദനയിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, നിരാശയിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും ഈ പരിശുദ്ധാത്മ നമ്മളെ വിടുവിക്കും. ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ നിറയണമേ. എന്റെ ദുഃഖങ്ങളിലേക്ക്, എന്റെ രോഗങ്ങളിലേക്ക്, എന്റെ സഹനങ്ങളിലേക്ക്, ഇത് ഞാൻ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളിലേക്കും പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. എന്നെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കേണമേ.
പുസ്തകം 9:8 ഈ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. യാതൊരു മർദ്ദകരും അവരെ തൊടുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. കർത്താവെ, ഈ വചനത്തിൻ്റെ എല്ലാ അഭിഷേകവും എല്ലാ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയവർന്ന് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിമിഷം കർത്താവെ, ലോകത്തിൻ്റെ എല്ലാവിധ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് ഓരോ മക്കളുടെയും അവസ്ഥ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ദൈവമേ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരുണയുടെ കരം നീട്ടണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ചുറ്റും മാലാഖമാരെ വെച്ച് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് എല്ലാം ഏറ്റെടുത്ത് ക്രമപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വേദനയിൽ കഴിയുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അവരുടെ വേദനകളെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രീ ആരാധന, 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 സ്തുതിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രീ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, അലിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും കനിവു തോന്നണമേ. കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മളായിരിക്കുന്ന നിമിഷം നമ്മളെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞാൻ പാപിയാണ്, ബലഹീനനാണ്, അയോഗ്യനാണെന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവീകരും വഴി വന്നുപോയ എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ കുടുംബത്തോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു കൂടി ഗാനം ഏറ്റുപാടി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും കനിവു തോന്നണമേ. കരങ്ങൾ ഉയർത്തി ഒരു വർഷം കൂടെ കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം സമർപ്പിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത എല്ലാ ദുശ്ശീലങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ കടന്നു വരുമ്പോൾ എല്ലാറ്റിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. ആ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവിന്റെ വലിയ കരുണ ഒഴുകി വരുവാൻ വേണ്ടി ആഗ്രഹിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സൗഖ്യവും ശക്തിയും എല്ലാം നിങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.